ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു കുട്ടിയുടെ ശബ്ദത്തോടു കൂടിയ വിവരണമാണ് കേൾപ്പിക്കുന്നത്. 2 വർഷം മുമ്പ് പെൻസിൽവാനിയയിലെ മെബ്രൂക്കിൽ ഒരു രാത്രി പുലർച്ചെ 2:17 17 കുട്ടികൾ വീടുകളിൽ നിന്ന് ഓടിപ്പോയി. അതിനുശേഷം അവരെക്കുറിച്ചൊരു വിവരവുമില്ല. ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വസ്തുത എന്തെന്നാൽ കാണാതായ ഈ 17 കുട്ടികളും മെബ്രൂക്ക് എലിമെൻ്ററി സ്കൂളിലെ ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതാണ്. ആ ക്ലാസ്സിലാകെ 18 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 17 പേർ അപ്രത്യക്ഷരായി. ബാക്കിയായത് അലക്സ് എന്ന ഒരു കുട്ടി മാത്രം. ക്ലാസ് ടീച്ചറായ ജസ്റ്റിൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ അലക്സിനെ മാത്രം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാണാതായ കുട്ടികളുടെ മാതാപിതാക്കൾ ജസ്റ്റിനാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞ് ജസ്റ്റിനെ കുറ്റപ്പെടുത്തി. ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജസ്റ്റിനിൽ നിന്നും അലക്സിൽ നിന്നും അവർ വിവരങ്ങൾ ശേഖരിച്ചു. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. 17 കുട്ടികളും രാത്രി കൃത്യം 2:17 വീടുകളിൽ നിന്ന് ഓടിപ്പോയി എന്നതൊഴിച്ചാൽ പോലീസിനും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ചില വീടുകളിലെ സുരക്ഷാ അലാമുകൾ ഒരേ സമയത്ത് മുഴങ്ങിയിരുന്നു. കൂടാതെ ചില വീടുകളിലെ CCTV ക്യാമറകളിൽ കുട്ടികൾ ഓടുന്ന ദൃശ്യങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. അവരുടെ ഓട്ടത്തിൻ്റെ രീതി അല്പം വ്യത്യസ്തമായിരുന്നു. കൈകൾ വിരിച്ചു പിടിച്ചാണ് അവർ ഓടിയിരുന്നത്. ശേഷം കാണിക്കുന്നത് ക്ലാസ് ടീച്ചറായ ജസ്റ്റിനെയാണ്. കാണാതായ കുട്ടികളുടെ മാതാപിതാക്കൾ ജസ്റ്റിനെ കുറ്റപ്പെടുത്തി. സ്കൂളിലെ പ്രിൻസിപ്പളായ ആൻഡ്രൂ മാത്യൂസ് ജസ്റ്റിനെ ന്യായീകരിച്ചു. ഇതിൽ അവർക്ക് പങ്കില്ലെന്ന് വാദിച്ചു. എന്നാൽ ആർച്ചഗ്രാഫ് എന്ന ഒരു രക്ഷിതാവ് ജസ്റ്റിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തി. ഈ മീറ്റിംഗിന് ശേഷം ജസ്റ്റിൻ മദ്യം വാങ്ങാൻ ഒരു കടയിലേക്ക് പോയി. അവിടെ വെച്ച് ജെയിംസ് എന്നൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നയാൾ ജസ്റ്റിനോട് പണം ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിൻ അവനെ അവഗണിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. കാരണം രക്ഷിതാക്കളിൽ നിന്നും ആരെങ്കിലും ദേഷ്യത്തിൽ തന്നെ ആക്രമിക്കുമോ എന്ന് ജസ്റ്റിൻ ഭയപ്പെട്ടിരുന്നു. വാസ്തവത്തിൽ ചില രക്ഷിതാക്കൾ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് ജസ്റ്റിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം രാവിലെ ജസ്റ്റിൻ കണ്ടത് തൻ്റെ കാറിൽ ആരോ പെയിൻ്റ് കൊണ്ട് വലിയ അക്ഷരത്തിൽ മന്ത്രവാദിനി എന്ന് എഴുതിയിരിക്കുന്നതാണ്. അവർ പോലീസിൽ പരാതി നൽകി. അവിടെ ജസ്റ്റിനെ പരിചയമുള്ള പോൾ എന്നൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് ജസ്റ്റിൻ അലക്സുമായി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രിൻസിപ്പൽ മാർക്കസ് അതിനെ സമ്മതിച്ചില്ല. രക്ഷപ്പെട്ട ഒരേ ഒരു കുട്ടിയായതിനാൽ അലക്സിനെ പോലീസ് ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ രക്ഷിതാക്കളുടെ സമ്മർദ്ദം കാരണം മാർക്കസ് ജസ്റ്റിനോട് കുറച്ച് ദിവസത്തേക്ക് അവധിയെടുക്കാനായി ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ സാഹചര്യം കൂടുതൽ കലുഷിതമാകും. മനസ്സില്ലാ മനസ്സോടെ ജസ്റ്റിൻ അവധിയെടുത്തു. പക്ഷേ അവർ അലക്സിനെ പിന്തുടരാൻ തുടങ്ങി. അന്ന് രാത്രി ജസ്റ്റിൻ ഒരു ബാറിൽ പോയി. അവിടെ പോൾ അവരെ കാണാനായി വന്നു. സമീപകാല സംഭവങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. ജസ്റ്റിൻ നന്നായി മദ്യപിച്ചിരുന്നു. അവർ പോളിനും മദ്യം നൽകാനായി ശ്രമിച്ചു. പോളും മദ്യപിച്ചു. അവർ അന്ന് രാത്രിയിൽ ഒരുമിച്ച് കഴിഞ്ഞു. പോൾ വിവാഹിതനാണെന്ന് ജസ്റ്റിനും അറിയാമായിരുന്നു. പോളിൻ്റെ ഭാര്യയുടെ പേര് ഡോണ എന്നാണ്. എന്നിട്ടും അവർ അടുത്തിരുന്നു. ഇത് ആദ്യമായിട്ടായിരുന്നില്ല. അടുത്ത ദിവസം ജസ്റ്റിൻ വീണ്ടും അലക്സിനെ പിന്തുടർന്നു. സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അലക്സ് ജസ്റ്റിനോട് തന്നെ പിന്തുടരരുത് എന്ന് പറഞ്ഞ് ഓടിപ്പോയി. ജസ്റ്റിൻ പിന്മാറാതെ അലക്സിൻ്റെ വീട്ടിൽ പോയി. വാതിൽ മുട്ടിയിട്ടും ആരും വാതിൽ തുറന്നില്ല. വീടിൻ്റെ എല്ലാ ജനലുകളും കടലാസ് കൊണ്ട് മറച്ചിരിക്കുന്നത് ജസ്റ്റിൻ ശ്രദ്ധിച്ചു. ഒരു ജനലിൽ ചെറിയ വിടവ് മാത്രം ഉണ്ടായിരുന്നു. അതിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ അലക്സിൻ്റെ മാതാപിതാക്കൾ ഒരു തരം ട്രാൻസ് അവസ്ഥയിൽ സോഫയിൽ പ്രതിമകളെപ്പോലെ ഇരിക്കുന്നത് അവൾ കണ്ടു. ഇത് കണ്ട് ഭയന്ന ജസ്റ്റിൻ ഉടൻ തന്നെ പ്രിൻസിപ്പൽ മാർക്കസിനെ വിളിച്ച് അലക്സ് സുരക്ഷിതനാണോ എന്നറിയാൻ നിയമപരമായി വീട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് രാത്രി ജസ്റ്റിൻ അലക്സിൻ്റെ വീടിന് പുറത്ത് കാത്തിരുന്നു. രാത്രി വൈകി ജസ്റ്റിൻ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് അലക്സിൻ്റെ വീടിൻ്റെ വാതിൽ തുറന്ന് ഒരു കത്രിക കയ്യിലേന്തി അലക്സിൻ്റെ അമ്മ വിചിത്രമായ രീതിയിൽ നടന്ന് ജസ്റ്റിൻ്റെ കാറിനടുത്തേക്ക് വരുന്നത്. എന്നിട്ടവർ ഒച്ചയുണ്ടാക്കാതെ കാറിൽ കയറി. ജസ്റ്റിൻ്റെ കുറച്ച് മുടി മുറിച്ചെടുത്തു. ഉറങ്ങുകയായിരുന്ന ജസ്റ്റിൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഓടിപ്പോയ കുട്ടികളിൽ ഒരാളുടെ രക്ഷിതാവായ ആർച്ചഗ്രാഫിനെയാണ്. ആർച്ചറുടെ മകൻ്റെ പേര് മാത്യു എന്നായിരുന്നു. രക്ഷിതാക്കളുടെ യോഗത്തിൽ ജസ്റ്റിനോട് ദേഷ്യപ്പെട്ടിരുന്നത് ആർച്ചറാണ്. ജസ്റ്റിൻ മദ്യശാലയിൽ പോയപ്പോൾ ആർച്ചർ അവരെ പിന്തുടർന്നു. ജസ്റ്റിൻ്റെ കാറിൽ വിച്ച് എന്ന് എഴുതിയിരുന്നതും അവരെ നിരീക്ഷിച്ചിരുന്നതും ആർച്ചറാണ്. കാരണം ജസ്റ്റിനെയാണ് അയാൾ സംശയിച്ചിരുന്നത്. മകനെ കിട്ടിയോ എന്ന് ആർച്ചർ പോലീസിനോട് ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ വിവരമൊന്നും ലഭിച്ചില്ല. അതിനാൽ ആർച്ചർ സ്വന്തമായി അന്വേഷണം തുടങ്ങി. മകൻ മാത്യു ഓടിപ്പോകുന്ന വീഡിയോ അയാൾ വീണ്ടും വീണ്ടും കണ്ടു. അയാളുടെ വീടിന് പുറത്ത് ക്യാമറകളുണ്ടായിരുന്നു. വീഡിയോയിൽ മാത്യു വിചിത്രമായ രീതിയിൽ ഒരുതരം ഭ്രാന്തനെ പോലെയാണ് ഓടിയിരുന്നത്. ഒരു പ്രത്യേക ദിശയിലേക്കായിരുന്നു ഓട്ടം. ആർച്ചർ ടൗൺ മാപ്പിൽ തൻ്റെ വീട്ടിൽ നിന്ന് മാത്യു ഓടിപ്പോയ ദിശയിലേക്ക് ഒരു രേഖ വരച്ചു. തുടർന്ന് അയാൾ കാണാതായ മറ്റൊരു കുട്ടിയുടെ ബെയ്ലിയുടെ വീട്ടിൽ പോയി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. എന്നിട്ട് ബെയ്ലി ഓടിയ ദിശയിലേക്ക് മാപ്പിൽ ഒരു രേഖ വരച്ചു. ഈ 2 രേഖകളും ഒരു പ്രത്യേക പോയിന്റിൽ കൂട്ടിമുട്ടി. അതായത് കുട്ടികൾ ഓടിപ്പോയിരിക്കുന്നത് ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിലേക്കാണ്. അവർ ഒരു പക്ഷേ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകാം.
ഈ ഗവേഷണങ്ങൾക്കിടയിൽ ആർച്ചർ ജസ്റ്റിൻ്റെ കാർ കണ്ടു. ജസ്റ്റിൻ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഇന്ധനം നിറയ്ക്കാനായി നിൽക്കുകയായിരുന്നു. ആർച്ചർ ഉടൻ തന്നെ ജസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പ്രിൻസിപ്പൽ മാർക്കസ് വിചിത്രമായ രീതിയിൽ ഓടി വരുന്നത് അവർ കാണുന്നത്. അദ്ദേഹം ആകെ ചോരയിൽ കുളിച്ചിരുന്നു. അയാൾ ഒരു തരം അബോധാവസ്ഥയിലാണ്. അദ്ദേഹം ഓടി വന്ന് ജസ്റ്റിനെ ആക്രമിച്ചു. മാർക്കസിനെ ആരോ വശീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരേ ലക്ഷ്യം ജസ്റ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ജസ്റ്റിൻ എങ്ങനെയോ ഓടി സ്റ്റോറിനുള്ളിലേക്ക് കയറി രക്ഷപ്പെട്ടു. ആർച്ചർ തടയാൻ ശ്രമിച്ചെങ്കിലും മാർക്കസ് കുതറിമാറി ജസ്റ്റിൻ്റെ പിന്നാലെയോടി. ആ ദിവസങ്ങളിൽ ജസ്റ്റിനും ആർച്ചറും ദുസ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഇരുവരും ദുസ്വപ്നങ്ങളിൽ ഒരു ക്ലൗൺ പോലെയുള്ള വൃദ്ധയായ സ്ത്രീയെയാണ് കണ്ടിരുന്നത്. ശേഷം കാണിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ പോളിനെയാണ്. പോളിൻ്റെ ഭാര്യ ടൗണിൽ ഇല്ലായിരുന്നു. ജസ്റ്റിൻ കാറിൽ വിച്ചെന്നെഴുതിയതിനെക്കുറിച്ച് പരാതി പറയാൻ വന്നിരുന്ന ആ ഒരു ദിവസമാണ് കാണിക്കുന്നത്. ജസ്റ്റിനും പോളും പരസ്പരം നോക്കി ഹായ് പറഞ്ഞു. അതിനുശേഷം പോൾ ഡ്യൂട്ടിക്കായി കാറിൽ പുറപ്പെട്ടു. വഴിയിൽ അദ്ദേഹം ജെയിംസിനെ കണ്ടു. അവനൊരു വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു. പോൾ ജെയിംസിനെ പിന്തുടർന്ന് അറസ്റ്റ് ചെയ്തു. പരിശോധനയ്ക്കിടെ പോൾ ജെയിംസിൻ്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ഒരു സൂചി കയ്യിൽ തറച്ചു. ഇത് ജെയിംസിൻ്റെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സൂചിയായിരുന്നു. ദേഷ്യത്തിൽ പോൾ ജെയിംസിനെ ഇടിച്ചു. പോളിൻ്റെ ഈ ആക്രമണം അദ്ദേഹത്തിൻ്റെ കാറിലെ ഡാഷ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. ഈ റെക്കോർഡിംഗ് ഉയർന്ന ഉദ്യോഗസ്ഥർ കണ്ടാൽ പോളിന് ആക്രമണത്തിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാം. അതിനാൽ പോൾ ജെയിംസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടയക്കാം. പക്ഷേ ഈ സംഭവം ആരോടും പറയരുത്. ഇനി ഈ ടൗണിൽ നിന്നെ കണ്ടുപോകരുത്. ജെയിംസ് ഉടൻ തന്നെ ഓടി രക്ഷപ്പെട്ടു. ഇതിനുശേഷമാണ് പോളിന് ജസ്റ്റിൻ്റെ സന്ദേശം വന്നത്. തുടർന്ന് പോൾ ജസ്റ്റിനെ ബാറിൽ വെച്ച് കണ്ടുമുട്ടി. അന്ന് രാത്രിയിൽ അവർ അടുത്തിരുന്നു. അടുത്ത ദിവസം രാവിലെ പോൾ വീട്ടിലേക്ക് പോയി. തൻ്റെ ഭാര്യയായ ഡോണ നേരത്തെ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. രാത്രി വീട്ടിലേക്ക് വരാതെ രാവിലെ പുറത്തുനിന്ന് വന്ന പോളിനെ കണ്ടപ്പോൾ ഡോണയ്ക്ക് പോൾ തന്നെ ചതിച്ചുവെന്ന് മനസ്സിലായി. ഡോണയ്ക്ക് ദേഷ്യം വന്നു. അവർ ഒരു കടയിൽ വെച്ച് ജസ്റ്റിനെ ആക്രമിച്ചു. ജസ്റ്റിൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. കടയുടമ ഡോണയെ സമാധാനിപ്പിച്ചു. പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തൻ്റെ ആക്രമണത്തെക്കുറിച്ച് സീനിയർ ഓഫീസറോട് പറഞ്ഞു. ജെയിംസ് പരാതി നൽകിയില്ലെങ്കിൽ പോളിനൊന്നും സംഭവിക്കില്ലെന്നും റെക്കോർഡ് ചെയ്യപ്പെട്ട ഫൂട്ടേജ് ഒരു മാസത്തിനകം സ്വയം മാഞ്ഞു പോകുമെന്നും അയാൾ അവനോട് പറഞ്ഞു. ഇതൊക്കെ സംസാരിച്ച ശേഷം പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ജെയിംസ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് കണ്ട് പോളിന് ദേഷ്യം വന്നു. തിരിച്ചു വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ചു പോൾ അവനെ വീണ്ടും പിന്തുടരാൻ ആരംഭിച്ചു. ശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ജെയിംസിൻ്റെ ജീവിതമാണ്. ജെയിംസ് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നയാളാണ്. മയക്കുമരുന്ന് വാങ്ങാൻ അവൻ 1000 കള്ളങ്ങൾ പറയും, ചെറിയ മോഷണങ്ങൾ നടത്തും. ജസ്റ്റിൻ മദ്യം വാങ്ങാൻ പോയപ്പോൾ അവൻ അവളോടും പണം ചോദിച്ചിരുന്നു. അവനൊരു വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുമ്പോഴാണ് പോൾ അവനെ പിടികൂടിയത്. പോളിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ജെയിംസ് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ച് പണയം വെച്ച് മയക്കുമരുന്ന് വാങ്ങാമെന്ന് തീരുമാനിച്ചു. ഇതിനായി ജെയിംസ് അലക്സിൻ്റെ വീട്ടിലേക്ക് പോയി. അലക്സ് മിസ്സിംഗ് ആവാത്ത അവൻ്റെ ക്ലാസ്സിലെ ഏക കുട്ടിയാണ്. ജെയിംസ് അലക്സിൻ്റെ വീട്ടിൽ കിച്ചൺ സാധനങ്ങൾ, സീഡികൾ പോലുള്ള ചെറിയ സാധനങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അലക്സിൻ്റെ മാതാപിതാക്കൾ സോഫയിൽ പ്രതിമകളെപ്പോലെ ഇരിക്കുന്നത് അവൻ കണ്ടത്. അവർ അനങ്ങുന്നു പോലുമില്ല. ഒരു തരം ട്രാൻസ് അവസ്ഥയിലായിരുന്നു. ജെയിംസ് അവരെ അവഗണിച്ച് വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോയി. അവിടെ അവൻ കാണാതായ 17 കുട്ടികൾ ട്രാൻസ് അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടു. ജെയിംസ് ഞെട്ടിപ്പോയി. ആ നിമിഷം അലക്സിൻ്റെ മാതാപിതാക്കൾ ജെയിംസിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ജെയിംസ് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടു. പുറത്ത് തെരുവുകളിൽ കാണാതായ കുട്ടികളുടെ പോസ്റ്ററുകൾ അവൻ കണ്ടു. $50,000 സമ്മാനം. പണത്തിനോടുള്ള ആർത്തി കാരണം ജെയിംസ് പോലീസിനെ വിളിച്ചു. കുട്ടികളുള്ള സ്ഥലം തനിക്കറിയാമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്താൽ പ്രതിഫലം ലഭിക്കുമെന്ന് പോലീസ് മറുപടി നൽകി. അങ്ങനെ ജെയിംസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പക്ഷേ അവിടെ പുറത്ത് പോൾ അവനെ കണ്ടുമുട്ടി വീണ്ടും പിന്തുടരാൻ ആരംഭിച്ചു. ജെയിംസ് ഓടി കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അവനും അതേ ക്ലൗൺ പോലെയുള്ള വൃദ്ധയെ കണ്ടു. അവർ അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. ജെയിംസ് ഒരു ടെൻറ്റിനുള്ളിൽ ഒളിച്ചു. പക്ഷേ ആരും പുറത്തുനിന്ന് ടെൻറ്റ് തുറക്കാൻ തുടങ്ങി. ജെയിംസ് കയ്യിലുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് ആ വ്യക്തിയെ ആക്രമിച്ചു. അത് ഇൻസ്പെക്ടർ പോളായിരുന്നു. ഈ ആക്രമണത്തിൽ പോൾ കോപാകുലനായി. അവൻ ജെയിംസിനെ അറസ്റ്റ് ചെയ്ത് കാറിൽ കയറ്റി. രക്ഷപ്പെടാൻ വേണ്ടി ജെയിംസ് പോളിനോട് കാണാതായ കുട്ടികളുടെ സ്ഥലം തനിക്കറിയാമെന്ന് പറഞ്ഞു. ജെയിംസ് പോളിനെ അലക്സിൻ്റെ വീട് വരെ കൊണ്ടുപോയി. പോൾ ജെയിംസിനെ കാറിലിരുത്തി പൂട്ടിയിട്ട് വീട് പരിശോധിക്കാനായി പോയി. പോൾ അകത്തേക്ക് പോയി ഒരുപാട് നേരമായിട്ടും പുറത്തു വന്നില്ല. ജെയിംസ് കാറിൽ കാത്തിരുന്നു. രാത്രി വൈകി. പോൾ ട്രാൻസ് അവസ്ഥയിൽ പുറത്തേക്ക് വന്നു. ജെയിംസിനെ വലിച്ചഴിച്ച് അലക്സിനെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള പ്രിൻസിപ്പൽ മാർക്കസിൻ്റെ ജീവിതമാണ്. അലക്സ് സുരക്ഷിതനാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ മാർക്കസ് നിയമപരമായി അവൻ്റെ വീട് പരിശോധിക്കണമെന്ന് ജസ്റ്റിൻ ഫോണിലൂടെ പറഞ്ഞിരുന്നു. ഈ കാര്യം മാർക്കസിൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അതിനാൽ അദ്ദേഹം അലക്സിൻ്റെ മാതാപിതാക്കളെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ സ്കൂളിലേക്ക്
ഒരു വിചിത്രമായ ക്ലൗൺ പോലെയുള്ള ആ സ്ത്രീ വന്നു. അവർ സ്വയം അലക്സിൻ്റെ ആൻറ്റിയാണെന്നും അവരുടെ പേര് ഗ്ലാഡിസ് എന്നാണെന്നും പറഞ്ഞു. ഈ ക്ലൗൺ പോലെയുള്ള സ്ത്രീയെയാണ് ജസ്റ്റിനും ആർച്ചറും ദുസ്വപ്നങ്ങളിൽ കണ്ടിരുന്നത്. വാസ്തവത്തിൽ ജെയിംസ് കാട്ടിൽ വെച്ച് കണ്ടിരുന്നതും ഈ ഒരു സ്ത്രീയെ തന്നെയാണ്. അലക്സിൻ്റെ മാതാപിതാക്കൾക്ക് സുഖമില്ലെന്നും അവർക്ക് മാർക്കസിനെ കാണാൻ കഴിയില്ലെന്നും ഗ്ലാഡിസ് പറഞ്ഞു. അപ്പോൾ മാർക്കസ്, എനിക്ക് അലക്സിൻ്റെ മാതാപിതാക്കളെ കാണണം, അല്ലെങ്കിൽ എനിക്ക് അലക്സിൻ്റെ വീട്ടിൽ വന്ന് എല്ലാം പരിശോധിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചൈൽഡ് സർവീസിനെ അറിയിക്കേണ്ടി വരും. ഇത് കേട്ട് ഗ്ലാഡിസ് കോപാകുലിയായി. മാർക്കസ് അത് കാര്യമാക്കാതെ വീട്ടിലേക്ക് പോയി. എന്നാലും ഗ്ലാഡിസ് അവൻ്റെ വീട്ടിലേക്ക് വന്നു. ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ അവർ വീട്ടിലേക്ക് കയറി. ഒരു പാത്രം വെള്ളം ആവശ്യപ്പെട്ടു. അതിനുശേഷം ഗ്ലാഡിസ് അവരുടെ മുൻപിൽ ഒരു വിചിത്രമായ മരമെടുത്തു. അതൊരു ചെടിയുടെ തണ്ടുപോലെയായിരുന്നു. നിറയെ മുള്ളുകളുണ്ടായിരുന്നു. ഈ കൊമ്പിൽ മാർക്കസിൻ്റെ ഓഫീസിലെ ചെറിയ ഫ്ലാഗ് ക്ലോത്ത് കെട്ടിയിട്ടിരുന്നു. അത് ഗ്ലാഡിസ് മാർക്കസിൻ്റെ സ്കൂളിൽ നിന്ന് മോഷ്ടിച്ചതായിരുന്നു. പിന്നീട് ഗ്ലാഡിസ് തൻ്റെ കൈ ആ കൊമ്പിലെ മുള്ളുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. എന്നിട്ട് ആ രക്തം മുഴുവൻ കൊമ്പിൽ തേച്ചു. മാർക്കസോ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോ ഗ്ലാഡിസിനെ തടയുന്നതിന് മുൻപ് അവർ ഒരു ചെറിയ മണിയടിച്ചു. അതോടെ മാർക്കസ് വശീകരണത്തിന് അടിമയായി. മാർക്കസ് ഇപ്പോൾ ഗ്ലാഡിസിൻ്റെ നിയന്ത്രണത്തിലാണ്. ഗ്ലാഡിസ് മാർക്കസിൻ്റെ സുഹൃത്തിൻ്റെ മുടി മുറിച്ച് അത് കൊമ്പിലിട്ടു. എന്നിട്ട് ആ കൊമ്പൊടിച്ചു. കൊമ്പൊടിഞ്ഞ ഉടനെ തന്നെ വശീകരണാവസ്ഥയിലായ മാർക്കസ് സ്വന്തം സുഹൃത്തിനെ ആക്രമിച്ചു. ഈ ആക്രമണം വളരെ ഭീകരമായിരുന്നു. മാർക്കസിൻ്റെ സുഹൃത്ത് മരിച്ചു. മാർക്കസിനും ഗുരുതരമായി പരിക്കേറ്റു. അതിനുശേഷം ഗ്ലാഡിസ് ആ മരം വെള്ളം പോലുള്ള പാത്രത്തിലേക്കിട്ടു. അതോടെ മാർക്കസ് ആക്രമണം നിർത്തി. അടിസ്ഥാനപരമായി ഗ്ലാഡിസിനെ ആരെയും വശീകരിക്കാൻ കഴിയുമായിരുന്നു. വശീകരിച്ച വ്യക്തി ഉപയോഗിച്ച് മറ്റൊരാളെ ലക്ഷ്യമിടാനും കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് ഗ്ലാഡിസ് ജസ്റ്റിൻ്റെ മുടി ഉപയോഗിച്ച് മാർക്കസിനെ ജസ്റ്റിൻ്റെ അടുത്തേക്ക് അയച്ചു. അലക്സിൻ്റെ അമ്മ ജസ്റ്റിൻ്റെ മുടി കാറിൽ വെച്ച് എടുത്തിരുന്നു. ഇതിലൂടെ ഗ്ലാഡിസ് തന്നെയാണ് അലക്സിൻ്റെ മാതാപിതാക്കളെയും നിയന്ത്രിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. ഈ സംഭവത്തിനു ശേഷമാണ് മാർക്കസ് ഹിപ്നോട്ടൈസ്ഡ് അവസ്ഥയിലൂടെ പെട്രോൾ പമ്പിൽ പോയി ജസ്റ്റിനെ ആക്രമിച്ചിരുന്നത്. അന്ന് ജസ്റ്റിനൊപ്പം ആർച്ചറും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങി. ജസ്റ്റിൻ എങ്ങനെയൊക്കെയോ കാറിൽ കയറി രക്ഷപ്പെട്ടു. മാർക്കസ് അതേ വിചിത്രമായ രീതിയിലൂടെ ജസ്റ്റിൻ്റെ കാറിൻ്റെ പുറകെ പോയി. ആർച്ചറും അവരെ പിന്തുടർന്നു. അപ്പോഴാണ് ഒരു കാർ പാഞ്ഞു വന്ന് മാർക്കസിനെ ഇടിച്ചത്. മാർക്കസിൻ്റെ തല തകർന്നു. അദ്ദേഹം അവിടെ വെച്ച് ദാരുണമായി മരിച്ചു. ഈ സംഭവത്തിനു ശേഷം ആർച്ചറിനെ ജസ്റ്റിൻ നിരപരാധിയാണെന്ന് ബോധ്യമായി. അവർ തമ്മിൽ രമ്യതയിലായി. പിന്നീട് ഇരുവരും ചേർന്ന് കുട്ടികൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഒരുമിച്ച് പരിശ്രമിക്കുകയാണ്. ആർച്ചർ ജസ്റ്റിനെ തൻ്റെ മാപ്പ് കാണിച്ചു. കുട്ടികൾ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിനടുത്തുണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ ജസ്റ്റിൻ പറഞ്ഞു, ഇൻ്റർസെക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് അലക്സിൻ്റെ വീടാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാറുമായി അലക്സിൻ്റെ വീടിൻ്റെ പുറത്തുപോയി നിരീക്ഷണം ആരംഭിച്ചു. ശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള അലക്സ് എന്ന കുട്ടിയുടെ ജീവിതമാണ്. കുട്ടികളെ കാണാതാകുന്നതിന് മുൻപ് അലക്സ് മാതാപിതാക്കളോടൊപ്പം വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. സ്കൂളിൽ വന്ന് അവനെ ചില കുട്ടികൾ കളിയാക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അലക്സിൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു, അവൻ്റെ അമ്മയുടെ ആൻറ്റിയായ ഗ്ലാഡിസ് അവരുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നുണ്ട്. അവർക്ക് വയ്യാതിരിക്കുകയാണ്. ആ രാത്രി അലക്സ് കണ്ടത് അവൻ്റെ അമ്മയുടെ ആൻറ്റിയായ ഗ്ലാഡിസ് വീട്ടിലേക്ക് വരുന്നതാണ്. അവർ വൃദ്ധയായിരുന്നു. മരിക്കാറായ അവസ്ഥയിലായിരുന്നു. അവർ ഒരു വിചിത്രമായ ചെടിയും കൊണ്ടുവന്നിരുന്നു. അടുത്ത ദിവസം രാവിലെ അലക്സ് സ്കൂളിലേക്ക് പോയി. സ്കൂൾ വിട്ടപ്പോൾ അച്ഛൻ അവനെ കൂട്ടാൻ വന്നില്ല. അങ്ങനെ അലക്സ് നടന്ന് വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോൾ മാതാപിതാക്കൾ ഹിപ്നോട്ടിസൈഡായ അവസ്ഥയിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. അലക്സിൻ്റെ മാതാപിതാക്കൾ ഒരു റോബോട്ടിനെ പോലെയാണ് സംസാരിച്ചിരുന്നത്. ഇത് കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് അലക്സിന് മനസ്സിലായി. അപ്പോഴാണ് ഗ്ലാഡിസ് അലക്സിൻ്റെ മുന്നിൽ വന്നത്. അവരിപ്പോൾ മുമ്പത്തേക്കാളും ചെറുപ്പവും ആരോഗ്യവതിയുമായി കാണപ്പെട്ടു. അലക്സിൻ്റെ മാതാപിതാക്കൾ ഗ്ലാഡിസിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് അവന് മനസ്സിലായി. ഈ കാര്യം പുറത്തു പറഞ്ഞാൽ അവൻ്റെ മാതാപിതാക്കളെ കൊല്ലുമെന്നും പറഞ്ഞ് ഗ്ലാഡിസ് ഭീഷണിപ്പെടുത്തി. ഇത് പറഞ്ഞിട്ട് ഗ്ലാഡിസ് അതേ മുള്ളുകളുള്ള തടിയെടുത്ത് അതിൽ സ്വന്തം രക്തം തേച്ച് അതേ ആചാരം ചെയ്തു. അപ്പോൾ അലക്സിൻ്റെ മാതാപിതാക്കൾ ഫോർക്കെടുത്ത് സ്വന്തം മുഖത്ത് കുത്തി പരിക്കേൽപ്പിക്കാൻ ആരംഭിച്ചു. അലക്സ് അവരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ അവർ നിർത്തിയില്ല. ഒടുവിൽ ഗ്ലാഡിസ് ആ മരം ഒടിച്ച് വെള്ളത്തിലിട്ടു. അതോടെ അവർ നിർത്തി. ഗ്ലാഡിസ് അലക്സിനെ ഭയപ്പെടുത്തുകയായിരുന്നു. അലക്സ് അവരെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ഗ്ലാഡിസിന് അവൻ്റെ മാതാപിതാക്കളെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും. അതിനുശേഷം അലക്സ് ഗ്ലാഡിസ് വീട്ടിൽ ചെയ്യുന്ന ആചാരങ്ങൾ കണ്ടു. ഗ്ലാഡിസ് വീട്ടിൽ കൊണ്ടുവന്ന ആ ചെടിയുടെ തണ്ടുപയോഗിച്ചാണ് ആളുകളെ വശീകരിച്ചിരുന്നത്. വശീകരണത്തിനായി ഗ്ലാഡിസിന് ഇരയുടെ മുടി അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വസ്തു ആവശ്യമായിരുന്നു. ഈ ആചാരത്തിലൂടെ വശീകരിക്കപ്പെട്ട ആളുകളുടെ ഊർജ്ജം ഉപയോഗിച്ച് ഗ്ലാഡിസ് തൻ്റെ ശരീരം ചെറുപ്പവും ആരോഗ്യവതിയുമായി നിലനിർത്താനായി ശ്രമിച്ചു. അലക്സ് ആരോടും ഒന്നും പറയാതെ സ്കൂളിൽ പോയി തിരിച്ചു വന്നു. മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഭക്ഷണം കൊടുത്ത് മാതാപിതാക്കളെ ജീവനോടെ നിലനിർത്തി. ഇതോടൊപ്പം അവൻ തൻ്റെ സഹപാഠികൾക്കും ഭക്ഷണം കൊടുത്തിരുന്നു. അത് ചെയ്തില്ലെങ്കിൽ അവരെല്ലാം മരിച്ചു പോകുമെന്ന് അവനറിയാമായിരുന്നു. ആ നാളുകളിൽ ഗ്ലാഡിസ് ചെറുപ്പമായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് അവർക്ക് വീണ്ടും വയ്യാതായി. ഗ്ലാഡിസ് അലക്സിനോട് പറഞ്ഞു, അവൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും എന്തെങ്കിലും സ്വകാര്യ വസ്തുക്കൾ കൊണ്ടുവന്ന് തന്നാൽ
അവനെയും അവൻ്റെ മാതാപിതാക്കളെയും ഉപദ്രവിക്കാതെ പോകാമെന്ന് ഗ്ലാഡിസ് ഉറപ്പു നൽകി. അങ്ങനെ അടുത്ത ദിവസം അലക്സ് ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ട്രേ ലേബലുകൾ മോഷ്ടിച്ചു. ആ രാത്രി ഗ്ലാഡിസ് ഈ സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ആചാരം ചെയ്തു. രാത്രി കൃത്യം 2:17 ആചാരം പൂർത്തിയായി. അതിനുശേഷം ഗ്ലാഡിസ് ഒരു മണിയടിച്ചു. മണി മുഴങ്ങിയപ്പോൾ ആ 17 കുട്ടികളും സ്വന്തം വീടുകളിൽ നിന്ന് ഓടി നേരെ അലക്സിൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ബേസ്മെൻറ്റിൽ പോയി നിന്നു. അങ്ങനെയാണ് ആ 17 കുട്ടികളെയും കാണാതായത്. ഈ സംഭവത്തിനു ശേഷം നിരവധി പത്രസമ്മേളനങ്ങൾ നടന്നു. അലക്സിനൊപ്പം ഗ്ലാഡിസും ഉണ്ടായിരുന്നു. അലക്സ് പേടിച്ച് ഒന്നും പറഞ്ഞില്ല. പോലീസും അലക്സിൻ്റെ വീട്ടിൽ പരിശോധന നടത്തി. എന്നാൽ ഗ്ലാഡിസ് അപ്പോഴേക്കും വീട് വൃത്തിയാക്കുന്നതോടൊപ്പം ആ 17 കുട്ടികളെ കാട്ടിൽ ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു. പരിശോധനയ്ക്ക് ശേഷം കുട്ടികൾ വീണ്ടും വീട്ടിലെ ബേസ്മെൻറ്റിൽ വന്നു നിന്നു. കാരണം അവർ ഗ്ലാഡിസിൻ്റെ ഉത്തരവുകൾ അനുസരിക്കുന്നവരായിരുന്നു. അലക്സ് അവൾ പറഞ്ഞിരുന്നത് പോലെ 17 കുട്ടികളുടെ സ്വകാര്യ വസ്തുക്കൾ കൊണ്ടുവന്നു. എന്നാൽ ഗ്ലാഡിസ് തൻ്റെ വാക്ക് പാലിച്ചില്ല. അവർ അവിടെ നിന്നും പോയില്ല. അലക്സിനെ എവിടെയും വിട്ടില്ല. മാതാപിതാക്കളെ ഇപ്പോഴും നിയന്ത്രിക്കുന്നു. അവർ അലക്സിനെ ഒരു വേലക്കാരനെ പോലെയാണ് കണ്ടിരുന്നത്. പോളും ജെയിംസും ഈ ആചാരം കാരണം വശീകരിക്കപ്പെട്ടു. അവർ വീടിനുള്ളിൽ പോയപ്പോൾ ഗ്ലാഡിസ് അവരിലും ആചാരം ചെയ്തിരുന്നു. അവരും ഇപ്പോൾ അലക്സിൻ്റെ വീടിനുള്ളിൽ നിൽക്കുകയാണ്. ഗ്ലാഡിസ് വീടിനുള്ളിൽ ഉപ്പ് ഉപയോഗിച്ച് വരകൾ വരച്ചിരുന്നു. അത് കടന്നുപോകാൻ അവൾ അലക്സിനെ അനുവദിച്ചിരുന്നില്ല. നിലവിൽ അലക്സിൻ്റെ വീടിന് പുറത്ത് ആർച്ചറും ജസ്റ്റിനും നിരീക്ഷണം നടത്തുന്നുണ്ട്. ഗ്ലാഡിസിൻ്റെ നിർദ്ദേശപ്രകാരം പോൾ വീടിന് പുറത്തു വന്ന് ജസ്റ്റിനെ അകത്തേക്ക് ക്ഷണിച്ചു. അങ്ങനെ ജസ്റ്റിനും ആർച്ചറും വീടിനുള്ളിൽ പ്രവേശിച്ചു. അവർ ഉപ്പിൻ്റെ വര കടന്നപ്പോൾ ഹിപ്നോട്ടിസൈഡായ പോളും ജെയിംസും അവരെ ആക്രമിച്ചു. ഒരുതരം സോംബികളെ പോലെയാണ് അവർ ജസ്റ്റിനെയും അലക്സിനെയും ആക്രമിച്ചിരുന്നത്. എത്ര അടിച്ചാലും അവർ വീണ്ടും എഴുന്നേൽക്കും. ഒടുവിൽ ജസ്റ്റിൻ പോളിൻ്റെ തോക്കെടുത്ത് അവൻ്റെ തലയ്ക്ക് വെടിവെച്ചു. അതോടെ പോൾ മരിച്ചു. തുടർന്ന് ജെയിംസിൻ്റെ തലയ്ക്ക് വെടിവെച്ച് അവനെയും കൊന്നു. അങ്ങനെ ആർച്ചർ രക്ഷപ്പെട്ടു. വശീകരിക്കപ്പെട്ട ആളുകളെ തലയ്ക്ക് വെടിവെച്ചാൽ മാത്രമേ കൊല്ലാൻ കഴിയുമായിരുന്നുള്ളൂ. ആർച്ചർ ബേസ്മെൻറ്റിലേക്ക് പോയി. അവിടെ 17 കുട്ടികൾ ട്രാൻസ് അവസ്ഥയിൽ നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ തൻ്റെ മകൻ മാത്യുവിനെ തിരയാൻ തുടങ്ങി. അപ്പോഴാണ് ഗ്ലാഡിസ് വന്ന് അവൻ്റെ മുടി മുറിച്ചെടുത്തത്. തുടർന്ന് ഗ്ലാഡിസ് ആർച്ചറിനെ വശീകരിച്ചു. ആർച്ചർ പോയി ജസ്റ്റിനെ ആക്രമിച്ചു. ഈ ഒരു സമയത്ത് അലക്സ് വീട്ടിലെ സ്വന്തം മുറിയിലായിരുന്നു. അവൻ ഉപ്പുകൊണ്ട് വരച്ചിരുന്ന ആ ഒരു വര കടന്നു. അതോടെ വശീകരിക്കപ്പെട്ടിരുന്ന അവൻ്റെ മാതാപിതാക്കൾ അവനെ കൊല്ലാനായി അവൻ്റെ പിന്നാലെ ഓടുകയാണ്. അലക്സ് ഓടി എങ്ങനെയൊക്കെയോ ഗ്ലാഡിസ് ആചാരങ്ങൾ ചെയ്തിരുന്ന മുറിയിലേക്ക് എത്തി. അവിടെ അവൻ ഗ്ലാഡിസിൻ്റെ ചെടിയിൽ നിന്ന് ഒരു തണ്ട് പറിച്ചെടുത്തു. തുടർന്ന് ഗ്ലാഡിസിൻ്റെ വിഗിൽ നിന്ന് അവളുടെ ഒരു മുടി പറിച്ചെടുത്തു. എന്നിട്ട് ആ തണ്ടിൽ സ്വന്തം രക്തമൊഴിച്ച് തണ്ടൊടിച്ചു. അലക്സ് ഗ്ലാഡിസിനെ കണ്ടാണ് അവളുടെ ആചാരങ്ങൾ പഠിച്ചിരുന്നത്. ഇവിടെ അവൻ ആ ആചാരം ഗ്ലാഡിസിൽ തന്നെ പ്രയോഗിച്ചു. അതോടെ വശീകരിക്കപ്പെട്ട 17 കുട്ടികളും ഗ്ലാഡിസിൻ്റെ പിന്നാലെ അവളെ കൊല്ലാനായി ഓടാൻ തുടങ്ങി. ഗ്ലാഡിസ് നഗരത്തിലൂടെ ഓടി. ഈ 17 കുട്ടികളും ഗ്ലാഡിസിൻ്റെ പിന്നാലെ ഓടി. നഗരത്തിലെ എല്ലാവരും ഈ നിഗൂഢമാർന്ന കാഴ്ച കണ്ടു. ഒരു ഘട്ടത്തിൽ കുട്ടികൾ ഗ്ലാഡിസിനെ പിടികൂടി അവളെ ആക്രമിച്ചു. അവളെ വലിച്ചു കയറാൻ ആരംഭിച്ചു. നിമിഷങ്ങൾക്ക് ശേഷം കുട്ടികൾ ഗ്ലാഡിസിൻ്റെ ശരീരം കഷ്ണങ്ങളാക്കി. ഗ്ലാഡിസ് മരിച്ചതോടെ എല്ലാവരുടെയും വശീകരണം അവസാനിച്ചു. ആർച്ചറും ബോധം വീണ്ടെടുത്തു. ജസ്റ്റിനും രക്ഷപ്പെട്ടു. ആർച്ചറിനെ വശീകരിച്ച് അധിക സമയമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ പൂർണ്ണമായ സ്വബോധം തിരിച്ചു കിട്ടി. പക്ഷേ മറ്റുള്ളവർ, അതായത് 17 കുട്ടികളും അലക്സിൻ്റെ മാതാപിതാക്കളും വശീകരിക്കപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നതിനാൽ ജീവനുള്ള ശവം പോലെയായി. ആർച്ചർ ഒടുവിൽ തൻ്റെ മകൻ മാത്യുവിനെ കണ്ടുമുട്ടി. മാത്യു ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അലക്സിൻ്റെ മാതാപിതാക്കൾക്ക് 2 വർഷത്തിനു ശേഷവും സ്വബോധം വീണ്ടെടുക്കാനായി സാധിച്ചിരുന്നില്ല. അലക്സ് ഇപ്പോൾ അവൻ്റെ മറ്റൊരു ആൻറ്റിയോടൊപ്പമാണ് താമസിക്കുന്നത്. കുട്ടികളുടെ കാര്യമെടുത്താൽ അവരും സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും 1 വർഷത്തിനു ശേഷം ചില കുട്ടികൾ സുഖം പ്രാപിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഈ രംഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.